നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീട്ടിൽ വെച്ച് നെഞ്ചുവേദന വന്നിട്ട് കൊണ്ടുവന്നതാ. പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പോ വാർഡിലാണോ? വാർഡിലേക്ക് മാറ്റാറായിട്ടില്ല. ഏടത്തിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മാത്രമേ റൂമിലുള്ളൂ. ശബരി ഇന്നാണോ വന്നത്? അല്ല, ഞാൻ ഇന്നലെ രാത്രി എത്തി. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ശബരി ട്രിപ്പ് ക്യാൻസലാക്കി വന്നത്? അതോ അനിതയുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയോ? ഏട്ടത്തിന്റെ അമ്മയുടെ ഓപ്പറേഷന് ഞാൻ എന്തിനാ ചേച്ചി വരുന്നത്? ഇവിടെ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഏട്ടത്തെ ഒന്ന് ഇവിടെ കൊണ്ടുവിടാൻ വന്നേ ഉള്ളൂ. ഞങ്ങളൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അനിതേട്ടത്തെ അവിടെ ആക്കിയിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. ശരി ശരി. വായിട്ടെത്തി. ചേച്ചി, ശബരി ഒന്നിങ്ങോട്ട് വരുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി, ഏട്ടത്തി റൂമിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. പിന്നെ ശബരി, ദയയുടെ കാര്യം അവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. നീ പറയുന്നില്ലേ? നോക്കട്ടെ, ആദ്യം അനുചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. എന്താ ചേച്ചി? ശബരിയെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല ശബരിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. എങ്ങനെയൊന്നും അല്ലെന്ന്. അത് ശബരിയും അനിതയും ചേർത്ത് ദയ ഓരോന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ ചീരുണ്ടായേ? ഇപ്പൊ നിങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോ ദയ പറഞ്ഞാൽ എന്തൊക്കെയോ സത്യമില്ലെന്ന് തോന്നിപ്പോവാ. ഓ, എന്റെ ഏട്ടന്റെ ഭാര്യയെ ഞാൻ സ്കൂട്ടറിൽ ഒപ്പുവരുത്തി കൊണ്ടുവന്നതാണോ നിങ്ങളുടെ സംശയത്തിന്റെ കാരണം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും രഘുവേട്ടന്റെ വണ്ടി കയറി പോകുന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംശയിക്കാലോ, അല്ലേ?